നമ്മുടെ ഇന്ത്യൻ കറൻസിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടിങ് കൊണ്ടും പ്രിൻറ്റിങ് കൊണ്ടും വന്നു പോയിട്ടുള്ള കുറച്ച് എററുകളും അങ്ങനെ സംഭവിച്ച കുറച്ച് നോട്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ 1000 രൂപയുടെ നോട്ട് കണ്ടോ, ഇതിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ഒരു നമ്പർ പ്രിൻ്റ് ആയിട്ടില്ല. താഴെ വന്നിട്ടുണ്ട്, പക്ഷേ മുകളിൽ ആ നമ്പർ പ്രിൻ്റ് ആയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു എറർ. അടുത്തത് ഈ 500 നോട്ടിൽ ഒരു സൈഡിൽ പ്രിൻറ്റ് വന്നിട്ടില്ല, ബാക്ക് സൈഡിൽ മാത്രമേ പ്രിൻറ്റ് വന്നിട്ടുള്ളൂ. അതാണ് അതിൻ്റെ സംഭവം. ഈ കാണുന്ന 500 നോട്ടിൽ കിസ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത്, അതായത് 2 പ്രിൻ്റ് ഒരേ സൈഡിൽ തന്നെ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന 500 നോട്ടിൽ ഒരു ചെറിയൊരു പോർഷൻ മാത്രം പ്രിൻ്റ് ആയിട്ടില്ല. ഈ കാണുന്ന 500 നോട്ടിൽ ഒരു മിസ് കട്ടാണ് വന്നിരിക്കുന്നത്, അതായത് മുകളിലെയും താഴത്തെയും ഭാഗം താഴത്തേക്കും മുകളിലേക്ക് കയറി ഇറങ്ങിപ്പോയി കട്ടിങ്. അതാണ് സംഭവിച്ചത്. ഈ കാണുന്ന 100 നോട്ടിലും കട്ടിങ് തന്നെ വന്നിരിക്കുന്നത് മിസ് കട്ടാണ്. അത് ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിപ്പോയതാണ് കാണുന്നത്. അതുപോലെ ഈ കാണുന്ന 100 നോട്ടിലും മിസ് കട്ടിങ് ആയിട്ടുള്ള പ്രശ്നമാണ്, അതായത് ലെഫ്റ്റ് സൈഡിലൊരു വൈറ്റ് മാർജിൻ വന്നിട്ടുണ്ട്, അത് മിസ് കട്ടായതുകൊണ്ട് സംഭവിച്ചാണ്. ഈ കാണുന്ന 100 നോട്ടിലും ഒരു മിസ് കട്ടാണ്, അത് റൈറ്റ് സൈഡ് ടോപ്പ് കോർണറും അതിലെ താഴത്തെ ഭാഗവും കട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ നോട്ടിരിക്കുന്നത്. ഈ കാണുന്ന 50 നോട്ടിൽ ഫോൾഡ് ചെയ്തിട്ട് പ്രിൻ്റ് ആയിരിക്കണം, അത് മടങ്ങിയ പേപ്പറിൽ പ്രിൻ്റ് ആയതുകൊണ്ട് ഈ സെൻട്രൽ 50ൻ്റെ താഴെ രുപ്പിയെന്ന് ഹിന്ദിയിൽ എഴുതിയേക്കുന്ന ഭാഗത്തൊരു ഗ്യാപ്പ് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ കാണുന്ന 50 രൂപയുടെ നോട്ടിൽ മിസ് കട്ടാണ്, അത് ലെഫ്റ്റ് സൈഡിലെ ഭാഗം കുറച്ച് കട്ട് ചെയ്തപ്പോൾ കയറി പോയിട്ടുണ്ട്, ലെഫ്റ്റിലെ ഭാഗം കുറച്ച് എററായിട്ട് നിൽക്കുന്നത് കാണാം. ഈ കാണുന്ന 50 രൂപയുടെ നോട്ടും മിസ് കട്ടാണ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു പോർഷൻ കട്ട് ചെയ്ത് പോയിട്ടില്ല, അങ്ങനത്തെ കട്ടിങ് ആണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന 10 രൂപയുടെ നോട്ടിൽ ബാക്ക് സൈഡ് പ്രിൻ്റ് ആയിട്ടില്ല, പക്ഷേ അവിടുത്തെ നമ്പർ ഓൾറെഡി പ്രിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന 10 രൂപയിൽ ഇടതുവശത്തായിട്ട് താഴെ വരേണ്ട അശോകസ്തംഭം കറക്റ്റായിട്ട് പ്രിൻ്റ് ആയിട്ടില്ല. ഇതൊരു മിസ് കട്ടാണ്, അതായത് പേപ്പർ മടങ്ങിപ്പോയപ്പോൾ മിസ് കട്ടായിട്ടാണ് ആ ഒരു പ്രത്യേക ഷേപ്പിൽ 10 രൂപ കട്ടായിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന 10 രൂപയുടെ നോട്ടിൽ വാട്ടർ മാർക്ക് ഇൻവെർട്ടഡ് ആയിട്ട്, അതായത് തലതിരിഞ്ഞ രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ കാണുന്ന 10 രൂപയുടെ നോട്ട് മിസ് കട്ടാണ്, ടോപ്പും ലെഫ്റ്റും, അതായത് 4 സൈഡും നോട്ടത്തിൽ മിസ് കട്ടായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഈ കാണുന്ന 10 രൂപയുടെ നോട്ടിൽ ഇടതുവശത്ത് താഴെയായിട്ട് വരേണ്ട നമ്പർ കട്ടായി പോയിരിക്കണം, സ്പ്ലിറ്റായി പോയിരിക്കുന്നതാണ് കാണുന്നത്. ഇടതുവശത്ത് താഴത്തെ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഈ ഒരു നോട്ടിൽ പേപ്പർ ഫോൾഡായ പേപ്പറാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ചരിഞ്ഞ വര വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയൊരു ചരിഞ്ഞ വര കാണാം, ആ സൈഡിൽ പേപ്പർ മടങ്ങിപ്പോയതാണ്. ഈ കാണുന്ന 10 രൂപയുടെ നോട്ടിൻ്റെ മുകൾ വശത്ത് ഒരു വൈറ്റ് മാർജിൻ വന്നിട്ടുണ്ട്, അത് മിസ് കട്ട് എറർ വന്നുകൊണ്ട് പറ്റിയതാണ്. അത് വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ നോട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. മുകളിലൊരു വൈറ്റ് മാർജിൻ, വളരെ നാരോ ആയിട്ടുള്ളൊരു വൈറ്റ് മാർജിൻ അവിടെ വന്നിട്ടുണ്ട്. ഈ 5 രൂപയുടെയും വലതുവശത്ത് വളരെ വലിയ വീതിയുള്ളൊരു വൈറ്റ് മാർജിൻ മിസ് കട്ടായതുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുവശം കട്ടായി പോയിട്ടുണ്ട്, അങ്ങനെ കയറി ഇറങ്ങിപ്പോയതാണ്. അതുപോലെ ഈ ഒരു 5 രൂപയുടെ നോട്ട് കണ്ടോ, മടങ്ങിയ പേപ്പറിൽ പ്രിൻ്റ് ആയതുകൊണ്ട് പറ്റിയതാണ്. അത് ഗാന്ധിജിയുടെ മുഖത്തിൻ്റെ ഇടതുവശത്ത് ഒരു വൈറ്റ് വര വന്നിരിക്കുന്നുണ്ടോ, ആ ഭാഗത്ത് പേപ്പർ മടങ്ങിപ്പോയിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാണ് പ്രിൻ്റ് ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഈ കാണുന്ന 5 രൂപയുടെ നോട്ടിൽ ഒരു എറർ എഴുതിയിരിക്കുന്നത് 5 റുപ്പി നോട്ട് വിത്ത് എ മൂൺ അറ്റ് ടോപ്പ് എന്നാണ്. അതായത് ഈ ചിത്രത്തിലൊരു മൂണുണ്ട്, അതായത് ആ റിസർവ് ബാങ്ക് എന്ന് എഴുതിക്കുന്നതിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ഓറഞ്ച് കളറിലെ റൗണ്ട് കാണാം, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇന്ത്യൻ നോട്ടുകളിൽ ഇത്രയും എറർ സംഭവിക്കുകയും ഈ എറർ സംഭവിച്ച നോട്ടുകൾ പബ്ലിക്കിനിടയിലേക്ക് എത്തുകയും ചെയ്തതെന്ന് പറഞ്ഞെങ്കിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയും നോട്ടുകൾ കളക്ട് ചെയ്തൊരു ഹോബിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു എക്സിബിഷന് എറണാകുളത്ത് ടൗൺ ഹാളിൽ നടന്നൊരു എക്സിബിഷനിൽ നമ്മൾ പോയപ്പോൾ കണ്ട വിഷ്വലുകളാണ്. അപ്പോൾ ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ വളരെ കൗതുകമായി തോന്നിയതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം, അതുപോലെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം.